കേവലം സങ്കടപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഡിപ്രഷൻ. ഇറ്റ്സ് എ സൈലന്റ് ബാറ്റിൽ. അതായത് ലോകത്തെമ്പാടും 300 മില്യൺ ആൾക്കാർ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നവരാണ്. വിഷമം എന്നതിനുപരിയായി നിങ്ങൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, എല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡിപ്രഷൻ. ഞാൻ ഡോക്ടർ ഇല്ല മേരി ജോബ്സൺ, ആയുർജൻ ക്ലിനിക്, പത്തനംതിട്ട. ഡിപ്രഷൻ വരാനായിട്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഫേസ് ചെയ്യുന്ന ട്രോമാസ് ആയിരിക്കാം, നമ്മൾ ഒരുപാട് ദീർഘനാളായി അനുഭവിച്ചു വരുന്ന സ്ട്രെസ് കാരണമായിരിക്കാം. അതുപോലെ തന്നെ മെയിൻ ഒരു റീസൺ ആണ് ഒറ്റപ്പെടൽ. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഡിപ്രഷൻ വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. ഡിപ്രഷൻ എന്ന മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ അത് അവരുടെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കും. ഈവൻ അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ, ഒരു ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു എനർജി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു മടി പോലത്തെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ അവരുടെ വർക്കിലാണെങ്കിലും അവരുടെ പഠനത്തിലാണെങ്കിലും കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവരുടെ കൂട്ടുകാരുടെ ആണെങ്കിലും ഇഷ്ടപ്പെട്ടവർ വിളിക്കുമ്പോൾ അവരുടെ കോളുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. തുടർച്ചയായിട്ടുള്ള വിഷമം, അതുപോലെ തന്നെ അവർ എവിടെയും എത്തില്ല എന്നുള്ള തോന്നൽ, ഹോപ്പ്ലെസ്നെസ്. പിന്നെ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് സൂയിസൈഡൽ തോട്ട്, അതായത് ആത്മഹത്യക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകൾ. നമ്മുടെ ഉറക്കത്തിനെയും ഇത് ബാധിക്കും. നമ്മൾ കഴിക്കുന്ന അപ്പറ്റൈറ്റ്, അതായത് വിശപ്പിനെയും ബാധിക്കും. ചില ആൾക്കാരിൽ വിശപ്പ് കൂടുതലായിരിക്കും, ചിലർ നന്നായി ഭക്ഷണം കഴിക്കും, അതേസമയം ചിലർ ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് തോന്നുകയില്ല. ഇതൊരു ക്ലിനിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റുകളും ഇതിന് ആവശ്യം തന്നെയാണ്. പിന്നെ ഒരു തെറ്റായ ധാരണയാണ് വീക്കായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഡിപ്രഷൻ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും ഈ ഡിപ്രഷൻ ബാധിക്കാവുന്നതാണ്. ഇനി എങ്ങനെ ഡിപ്രഷനിൽ നിന്ന് നമുക്ക് മറികടക്കാം? നിങ്ങൾക്ക് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറിനെ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലെ സമീപിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഒരു സപ്പോർട്ട് സിസ്റ്റം. നിങ്ങളുടെ അവസ്ഥയെ പറ്റി അറിയുന്ന ആൾക്കാർ കൂടുതലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, സെൽഫ് കെയർ. കൃത്യമായിട്ടുള്ള എക്സസൈസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷൻ ആണെങ്കിലും എക്സസൈസും അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്രീത്തിങ് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ, എന്തുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലായി കാണും. ഡിപ്രഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇല്ല മേരി ജോബ്സൺ, സൈനിങ് ഓഫ്.